കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു ഫിംഗർ ജിഞ്ചാലും ഉണ്ടാക്കിയാലോ? വളരെ വ്യത്യസ്തമായ ഒരു രുചിയാണ് കേട്ടോ ഇതിന്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ഞാനൊരു 200 ഗ്രാം ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. എല്ലൊക്കെ കളഞ്ഞ മാംസം മാത്രം ആയിട്ടുള്ള ചിക്കൻ്റെ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. അതും ഒരു 200 ഗ്രാം ഉണ്ട്. ഒരു കുക്കർ എടുത്ത് ആ കുക്കറിലേക്ക് നമ്മൾക്കിത് രണ്ടും ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ചിക്കനും നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് കുരുമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന വിധത്തിൽ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. 1 മിനിറ്റ് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മൂടി അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഞാനിത് അരച്ചെടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി, ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇതെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. വറുക്കാത്ത അരിപ്പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണ് റവയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്കൊരു 10 മിനിറ്റ് ഇത് റസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾക്കിത് എടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ചെറുതായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം മൈദയാണെങ്കിൽ അങ്ങനെ അതും ഉപയോഗിക്കാം. ഞാൻ അരിപ്പൊടിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലപോലെ കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ചെടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുഴയ്ക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് ഓരോരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് നമ്മുടെ വിരൽ മാതിരി, ഫിംഗർ മാതിരി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടനും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനത് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി പിന്നീട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യം ഒരു മുട്ടയാണ്. ഇനി ഇത് നല്ലപോലെ ഉടച്ചു കൊടുക്കുക. ഒരു മുട്ട മതി. നല്ലപോലെ ഉടച്ചു കൊടുക്കുക. മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. നമ്മൾ ഫിംഗർ മാതിരി ഉരുട്ടി വെച്ച മാവ് മുട്ടയിൽ മുക്കുക. എന്നിട്ട് ഈ കോൺഫ്ലവറിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ 2-3 നാളിന് ഞാനിതിങ്ങനെ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ അത് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരുമ്പോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2-3 ഞാനൊന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ടാവും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്കിത് വറുത്ത് കോരിയെടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾക്കിത് വറുത്ത് കോരിയെടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് ഇളക്കി കൊടുത്ത് നമ്മൾക്കിത് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. നമ്മൾ ഇട്ടതിനെക്കാട്ടി ഒന്നും കൂടെ പൊങ്ങി വരും. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. ഇതിപ്പോൾ ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഇട്ടതാണ്. ഇപ്പോൾ ഇത് 2-3-4 പ്രാവശ്യം ആക്കാനുള്ളതുണ്ട്. ഇപ്പോൾ നമ്മൾക്കിത് എല്ലാം ഒന്ന് ഇട്ട് വറുത്ത് കോരി എടുക്കണം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതാ വറുത്ത് കോരി എടുത്തതാണ്. നമ്മൾക്ക് ഞാൻ വറുക്കാൻ ഉപയോഗിച്ച ആ പാത്രം തന്നെയാണ് കേട്ടോ പിന്നീട് ഉപയോഗിക്കുന്നത്.
അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് സോയാ സോസും 1.5 ടീസ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച സ്നാക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത് വെച്ച റെഡ് ചില്ലി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിയിലയോ ഒന്നും ചേർക്കേണ്ട, സവാളയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇങ്ങനെയാണ് ഇവിടെ ഇഷ്ടം. അപ്പം നമ്മളുടെ പൊട്ടറ്റോ ചിക്കൻ ഫിംഗർ ജിഞ്ചാലു റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളതും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി.